എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. ഇതിന് മുന്നേ ഒരു കുട്ടി എനിക്ക് കമൻറ്റിലൂടെ മെസ്സേജ് അയച്ചു. ഞാൻ കാണാനൊക്കെ പോയിരുന്നു. ദീപ എന്നായിരുന്നു പേര്. അപ്പോൾ പുള്ളിക്കാരിയെ കാണുന്നതിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ ആ വ്ളോഗിൻ്റെ അടിയിൽ വേറൊരു കുട്ടിയും കമൻറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ദീപയും ഞാനും ആ കുട്ടീനെയും കൂടെ കാണാൻ പോവാണ്. ഇവിടെ ടൗൺ ഹാളിൽ വെച്ചാണ് കാണുന്നത്. 3 മണിക്കാണ് കാണാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമയം 1:30 ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ എടുക്കും കേട്ടോ അവിടെ എത്താനായിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. ഐ ആം സോ ഹാപ്പി. ഇതാണ് കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. പോയാലോ? വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ സിഡ്നി സിറ്റിയിൽ പോകുന്നത്. അവിടെ നല്ല നല്ല കുറേ യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പം പോകുന്നത് ഒരു മ്യൂസിയത്തിലും പിന്നെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ചർച്ചിലുമാണ് കേട്ടോ. ഒരു 1/2 മണിക്കൂർ മുന്നേ ഇവിടെ ഭയാനകമായിട്ടുള്ള കാറ്റും മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു കേട്ടോ ഇന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കണ്ടില്ല, എന്നാൽ തെളിഞ്ഞ ആകാശം. ഇവിടെ മഴ ഉണ്ടായിരുന്നെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ ഈ കാണുന്ന വെള്ളം ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടുന്ന് മെട്രോ കയറി ഞാൻ നേരെ പോകുന്നത് ഗാഡിഗൾ സ്റ്റേഷനിലേക്കാണ്. എനിക്ക് ഡയറക്റ്റ് ടൗൺ ഹാളിലോട്ട് മെട്രോ ഇല്ലാത്തതുകൊണ്ട് ഗാഡികളിൽ ഇറങ്ങി അവിടുന്ന് ഒരു 5 മിനിറ്റ്സ് വാക്ക് ചെയ്താൽ ടൗൺ ഹാളിൽ എത്തും കേട്ടോ. അങ്ങനെ ഞാൻ ഗാഡിഗൾ സ്റ്റേഷനിലെത്തി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ സ്റ്റേഷൻ വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാസഞ്ചർ സ്റ്റേഷനായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ 2025. എനിക്ക് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കിട്ടിയില്ല. കാരണം അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുമായിരുന്നേ. ശരിക്കും സിറ്റിയിൽ വന്നപ്പോഴാണ് ഇത്രയും ആൾക്കാരുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. കാരണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയും റഷ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ കൃത്യം 3 മണിയായപ്പോൾ ഞങ്ങൾ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പവിത, ദീപ അപ്പുറത്തെ പോണ്ട്. ദീപയ്ക്ക് ഫേസ് കാണിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കാണിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ ഒന്നും സംസാരിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഗോപുവിനെയും ദീപുവിനെയും മീറ്റ് ചെയ്തത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ കിട്ടുമെന്ന്. സിഡ്നിയില് സിഡ്നിയല്ല ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഫ്രണ്ട്സ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര പാടുമാണ്. ഒന്നാമത് ആൾക്കാരെ കിട്ടൂല, അതാണ്. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ഏതായാലും എനിക്കിപ്പോ 2 ഫ്രണ്ട്സിനെ കിട്ടി. ഐ എം സോ ഹാപ്പി. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ ഒരു മ്യൂസിയത്തിലായിരുന്നു. ഇവിടെ ഫ്രീ എൻട്രി ആയിരുന്നു. അവിടെ കുറേ അബോറിജിനൽസിൻ്റെ ഫിഷിങ് ഹുക്സും അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. ഇത് കണ്ടോ, പാള കൊണ്ടുണ്ടാക്കിയ ബോട്ട്. ഇത് നമ്മുടെ നാട്ടിലും ഇല്ലേ. പിന്നെ അവിടെ ആനിമൽസിൻ്റെ സെക്ഷനിൽ ഇതുപോലത്തെ ഡിനോസേഴ്സിൻ്റെ ഒക്കെ ഫോസിൽസും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഡിനോസർ വരും. ആ ഡിനോസറിനെ പറ്റിയുള്ള വിവരങ്ങളായിരിക്കും കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ കറക്കിയൊക്കെ നോക്കുമായിരുന്നേ എനിക്ക് ഏതാ വരുന്നതെന്ന്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ഇവിടെ മഴ പെയ്തു കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ വെതർ ഇങ്ങനെയാണ്, ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ചർച്ചിലായിരുന്നേ. ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ചർച്ചായിരുന്നേ. അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 1865 കേട്ടോ ഇത് പണിഞ്ഞത്. ഞങ്ങൾ അവിടെ ചെന്നപ്പം ആരുടെയോ വെഡ്ഡിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാനായിട്ട്. ചേർച്ചിൻ്റെ ഉൾവശം കാണാൻ നല്ല ഭംഗിയായിരുന്നേ. എന്തൊരു പീസ്ഫുൾ ആയിരുന്നെന്ന് അറിയാമോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നിയില്ല. ഏതായാലും കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. ഇത് നമ്മുടെ കൺഫെഷൻ റൂമാണ്. ഞാൻ സിനിമയിലല്ലാണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ചർച്ചിൽ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയത് അവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലാണ്. കുറച്ചു നേരം ഇരുന്ന് മനസ്സമാധാനത്തോടെ സംസാരിക്കാനായിട്ട് ഞങ്ങൾ പറ്റിയൊരു സ്പോട്ട് തപ്പി നടക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലമായി. എന്നിട്ട് ആദ്യമായിട്ടായിരിക്കും സിറ്റി ഇത്രയും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു പറ്റിയ സ്പോട്ട് കിട്ടിയപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് ഇനി അടുത്ത എവിടെ വെച്ച് മീറ്റ് ചെയ്യണം, എപ്പോൾ മീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ ഡിസ്കഷൻസൊക്കെ ഞങ്ങൾ ചെയ്തു. സമയം പോയതേ അറിഞ്ഞില്ല. ഒരു 6-6:30 മണി വരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഇവിടുന്ന് പോവാണ്. നല്ലായിരുന്നു അല്ലേ?
നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, സെയിം വൈബിലുള്ള ആൾക്കാരെ കിട്ടിയതുപോലെ എനിക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപുമായിട്ട് സംസാരിച്ചപ്പോഴും. പവിയും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, പിന്നെ കാണാം. അപ്പോൾ സിഡ്നിയിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്ക് മീറ്റ് ചെയ്യാം. ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആവും, നമുക്കൊരു ഗ്യാങ് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, comment and subscribe to my channel. See you in my next vlog. Till then, ta-ta!